ുള്ളവൻ പ്രമേയ ഭാഷണത്തിൽ നിന്നും വളരെ വേഗത്തിൽ വിരമിക്കുന്നതാണ്. ഇവിടെ ആദരണീയരായ ബാബ ഉസ്താദ് അവരുകൾ അവസാനം പറഞ്ഞു വച്ചതുപോലെ നമ്മുടെ അവകാശങ്ങളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രൗഢമായ ഐതിഹാസികമായ സമ്മേളനം വരുന്ന 19-ാം തീയതി കേരളത്തെ ലോകത്തെ പുളകമണിയിച്ചുകൊണ്ട് നടക്കാനിരിക്കുന്നു. അതിലേക്കുള്ള സന്ദേശമായി ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് എന്ന ഏറ്റവും പ്രമാദമായ പ്രമേയത്തിന്റെ സന്ദേശവുമായിട്ടാണ് ആദരണീയരായ നമ്മുടെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് അവരുകൾ, CA മൂസ മൗലവി ഉസ്താദ് അവരുകളൊക്കെ നേതൃത്വം നൽകുന്ന ഈ സന്ദേശ ജാഥ നമ്മുടെ അടിവാട് പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അർഹമുർറാഹിമീനായ തമ്പുരാൻ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃപരമായ ചുമതലകൾ നിർവഹിക്കുന്ന മുഴുവൻ ഉലമാക്കൾക്കും ആഫിയത്തോടെ ദീർഘായുസ്സിനെ പ്രദാനിക്കുമാറാകട്ടെ. ഉറച്ച ആദർശം എന്ന് പറയുമ്പോൾ ഈ സദസ്സിന്റെ ടൈറ്റിലിന്റെ ആദ്യ വാചകം നമ്മൾ കണ്ടില്ലേ? അഭിവന്യരായ KP അബൂബക്കർ ഹദറത്ത് അവറുകൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ഒരു പ്രവർത്തന കാണ്ഡം താണ്ടി ഈ ലോകത്ത് നിന്നും കടന്നുപോയവർ അവർ അനുസ്മരിക്കപ്പെടേണ്ടവരാണെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടേണ്ടതുണ്ടെന്നും അവർക്ക് പാരത്രികമായ ലോകത്ത് ഉന്നതമായ ദറജാത്തുകളുണ്ടെന്നും പരിശുദ്ധമായ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വൽ മുദബ്ബിറാത്തി അംറാ, അവർ കേവലം അനുസ്മരിക്കപ്പെടുന്നവർ മാത്രമല്ല, അവർ മഹത്വപൂർണമായ ജീവിതം ഈ ലോകത്ത് കാഴ്ചവെച്ച് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ചെന്ന് ചേരുമ്പോൾ ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടാനും അതിനെ പരിപാലിക്കുവാനുമുള്ള ആത്മീയമായ ഔന്നിത്യത്തെ കൊണ്ട് അവർ അനുഗ്രഹീതരാണെന്നും പരിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം. അതിനാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നാം ആ പ്രാമാണികമായ പാന്താവിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. ബിദ്അത്തിന്റെ ഒരാശയത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ബിദ്അത്തിന്റെ മുഴുവൻ ആശയങ്ങളെയും ശക്തമായി നമ്മൾ നിരാകരിക്കുന്നു. വിശ്വാസപരമായ കാര്യത്തിൽ, ആദർശത്തിന്റെ കാര്യത്തിൽ നമുക്കൊരിളക്കമോ ഒരു തളർച്ചയോ വരാൻ പാടില്ല. അത് മഹാരഥന്മാരായ വിശ്വാസ ശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാർ ഏകോപിതമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരിങ്ങനെയാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന പദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എത്രയോ അനുഗ്രഹീതമായ പദമാണ് ഇൻഷാ അല്ലാഹ് എന്ന പദം. അള്ളാഹു വേണ്ടുക വച്ചാൽ എന്നാണല്ലോ ആ പദത്തിന്റെ അർത്ഥം. നാളെ രാവിലെ അടിവാട് പട്ടണത്തിൽ വെച്ച് കാണാമെന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമായ, ഒരു മുഅ്മിനായ മനുഷ്യൻ അതിനെ സ്വതന്ത്രമായി നിരുപാധികമായി പറയാൻ പാടില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ അതിനെ പറയേണ്ടത് ഇൻഷാ അല്ലാഹ് നാളെ അടിവാട് പട്ടണത്തിൽ വെച്ച് കാണാമെന്നാണ്. ഈ സദസ്സിന് ശേഷം നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നൊരു മുഅ്മിനായ മനുഷ്യൻ പറയുമ്പോൾ അവൻ ഉപാധികളില്ലാതെ അത് പറയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് അവൻ പറയേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു വേള ആ ചോദ്യത്തിന് ഉത്തരം നാളെ ഞാൻ പറയാമെന്ന് പറയുന്ന സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് എന്ന പവിത്രമായ പദം പറയാൻ മറന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ആ പ്രവർത്തനം നടന്നു കഴിഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന പവിത്രമായ പദത്തിന്റെ അർത്ഥകൽപ്പനയെ, അതിന്റെ തലത്തെ, അതിന്റെ ആത്മീയമായ പ്രതലത്തെ ഖുർആനിന്റെ ഭാഷ്യത്തിൽ പോലും അള്ളാഹു ജഗന്നിയന്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഇരിക്കുന്ന സദസ്സിൽപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഈ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുത്തഅല്ലിം, ഇവിടെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസി അന മുസ്ലിമുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാമോ? അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാമോ? പറയാൻ പാടില്ല എന്നത് വിശ്വാസശാസ്ത്രത്തിന്റെ ഏകോപിതമായ തീരുമാനമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കലും അന മുസ്ലിമുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാവതല്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാവതല്ല. കാരണം ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന പദം ബറക്കത്തിന് വേണ്ടി പോലും പറയാൻ പറ്റുന്ന പദമാണെങ്കിലും അവൻ ഇൻഷാ അല്ലാഹ് എന്ന പദത്തെ അവന്റെ വിശ്വാസത്തിലേക്ക് ചേർത്തുകൊണ്ട് പറയുമ്പോൾ അവൻ വിശ്വാസത്തിന്റെ കാര്യത്തിൽ സംശയാലുവാണോ? നാളെ അടിവാട് പട്ടണത്തിൽ വെച്ച് കാണാമെന്ന് പറയുമ്പോൾ അവന് സംശയമുള്ളതുപോലെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ അവന് സംശയമുള്ളതുപോലെ, അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അവന്റെ ഈമാനിന്റെ കാര്യത്തിൽ, അവന്റെ ഇസ്ലാമിന്റെ കാര്യത്തിൽ സംശയാധിഷ്ഠിതമായിട്ടാണോ അവൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞത് എന്ന് സംശയിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു മുഅ്മിൻ ഒരിക്കലും അവന്റെ ആദർശത്തെ കുറിച്ച് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന മുബാറക്കായ പദം ചേർത്ത് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആദർശത്തിന്റെ വക്താക്കളാണ് നാം. അതാണ് ഉറച്ച ആദർശം. ആദർശം നമുക്ക് ദൃഢമായിരിക്കണം. അതിലിളക്കമില്ല, അതിൽ മാറ്റമുണ്ടാകാൻ പാടുള്ളതുമല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം എന്ന് പറയുമ്പോൾ വന്യരായ മൂസ ഉസ്താദ് അവർ ഇവിടെ സൂചിപ്പിച്ചത് ഒരാവർത്തി കൂടെ പറയുകയാണ്. അതിനെ കൂടുതൽ സങ്കുചിതമായി നമ്മൾ അവതരിപ്പിക്കേണ്ടതില്ല.
അതിനെ കൂടുതൽ നമ്മൾ സങ്കീർണതകളിലേക്ക് നമ്മൾ വലിച്ചെറിയേണ്ടതില്ല. മഹാരഥന്മാരാക പണ്ഡിതന്മാർ എത്രയോ കാര്യങ്ങളിൽ അഭിപ്രായാന്തരമുള്ള നിലപാടുകളിലൂടെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ തന്നെ സഞ്ചരിച്ചിരിക്കുന്നു. മുജ്തഹിദ് ഫിഹിയായ ഒരു വിഷയത്തിൽ, ഗവേഷണാത്മകമായ നിലപാടുകൾ പറയുന്ന ഒരു ഫിഖ്ഹിയായ വിഷയത്തിൽ ഒരു മുജ്തഹിദ് ഒരു നിലപാടിനെ സ്വീകരിക്കുമ്പോൾ ആ നിലപാടിൽ മുജ്തഹിദ് തെറ്റുവാൻ സാധ്യതയുണ്ടോ? മുജ്തഹിദ് ശരി മാത്രം എത്തിക്കുന്നവരാണോ? ഈ വിഷയത്തിൽ അഖീദയുടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. ഒരു വിഭാഗം അശ്അരി ത്വരീഖത്തിന്റെ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് ഫിഖ്ഹിന് സാധ്യതയുള്ള ലന്നിയായ ദലീലുകളെ കൊണ്ട്, അഥവാ യഖീനിയായ ഖത്ഈയായ ദലീലിനെ കൊണ്ട് ഉറപ്പിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുജ്തഹിദ് ഇജ്തിഹാദ് ചെയ്ത് ഏത് തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നുവോ അതാണ് ആ വിഷയത്തിലുള്ള അല്ലാഹുവിന്റെ വിധി. അതുകൊണ്ട് കുല്ലു മുജ്തഹിദിൻ മുസ്വീബുൻ, എല്ലാ മുജ്തഹിദും ഇജ്തിഹാദ് ചെയ്ത് ഏതേത് നിലപാടിലേക്ക് എത്തിയാലും ആ എത്തിയിരിക്കുന്ന നിലപാട് ശരിയായ നിലപാടാണ്, അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞുകൂടാ എന്ന് അശ്അരി ത്വരീഖത്തിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും പറയുന്നത് അല്ല, എല്ലാ വിഷയത്തിലുമുള്ള അള്ളാഹുവിന്റെ വിധി നിജപ്പെട്ടതാണ്. എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ വിധി നിജപ്പെട്ടതാണ്. അള്ളാഹു തആല ഖണ്ഡിതമായ തെളിവ് കൊണ്ട് പറഞ്ഞ വിഷയമാണെങ്കിലും, ഭാവനാപരമായി ഗവേഷണത്തിന് സാധ്യതയുള്ള വിഷയത്തിലുള്ള കാര്യമാണെങ്കിലും, എല്ലാ കാര്യത്തിലുമുള്ള അള്ളാഹുവിന്റെ ഹുക്മ് മുഅയ്യനാണ്, നിജപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാ മുജ്തഹിദും ശരിയെ എത്തിക്കുന്നില്ല. ചില ആളുകൾ അവരുടെ ഗവേഷണാത്മകമായ കണ്ടെത്തലുകൾ കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മുഅയ്യനായ വിധിയിലേക്ക് എത്തിച്ചേരാൻ ചിലർക്ക് സാധിക്കുന്നു, എന്നാൽ ചിലർക്ക് സാധിക്കുന്നില്ല. തെറ്റുവാനും ശരിയാകുവാനും സാധ്യതയുണ്ട് എന്ന് എത്രയോ വിഭിന്നമായ നിലപാടാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ ഈ പറയുന്നത് മുഅ്തസിലത്തിന്റെ നിലപാടല്ല കേട്ടോ, ഖവാരിജിന്റെ നിലപാടല്ല, ഷിയാക്കളുടെ നിലപാടല്ല. ഞാൻ ഈ പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും പ്രാമാണികമായ ത്വരീഖത്തിൽപ്പെട്ട അശ്അരി ത്വരീഖത്തിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ എല്ലാ മുജ്തഹിദുകളും മുസീബുകളാണ് എന്ന് പറയുമ്പോൾ, ശരിയെ എത്തിക്കുന്നവരാണ്, ശരിയെ എത്തിക്കുന്നവർ മാത്രമാണെന്ന് പറയുമ്പോൾ, അതേ അശ്അരി ത്വരീഖത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും എല്ലാ ഗവേഷണ പടുക്കളും ശരിയെ എത്തിക്കുന്നവരല്ല. ചിലരുടെ ഗവേഷണങ്ങൾ ശരിയാകുന്നു, ചിലരുടെ ഗവേഷണങ്ങൾ തെറ്റാകുന്നു എന്ന് പറയുന്നവരാണ്. ഈ വിഭിന്നമായ ദശകളെ, ഈ വിഭിന്നമായ സന്ധികളെ, ഈ വിഭിന്നമായ കാഴ്ചപ്പാടുകളെ എല്ലാം സ്വാംശീകരിക്കുന്ന മഹത്തരമായ പാന്താവിന്റെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നമ്മളെല്ലാവരും ഒരേ കിതാബുകൾ ഓതി പഠിച്ചവരാണ്, തെക്ക് വടക്കതിൽ വ്യത്യാസമില്ല. നമ്മൾ മീസാൻ ഓതിയവരാണ്, നമ്മൾ ഫത്ഹുൽ മുഈൻ ഓതിയവരാണ്, നമ്മൾ ഉംദ ഓതിയവരാണ്, നമ്മൾ ജലാലൈനി ഓതിയവരാണ്, നമ്മൾ മിഷ്കാത്ത് ഓതിയവരാണ്. ഇബ്നു ഹജറിൽ തങ്ങൾ നമുക്ക് നൽകിയ പരിശുദ്ധമായ തുഹ്ഫ നമ്മൾ ഓതിയവരാണ്, പഠിച്ചവരാണ്. നമ്മൾ ബദ്രിയയിൽ പഠിച്ചവരാണ്, നമ്മൾ ജാമിഅ നൂരിയയിൽ പഠിച്ചവരാണ്, നമ്മൾ ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ പഠിച്ചവരാണ്, നമ്മൾ ദാറുൽ ഉലൂം ദയ്യൂബത്തിൽ പഠിച്ചവരാണ്. നമ്മളെല്ലാം പഠിച്ചത് ഒരേ കിതാബുകളാണ്, നമ്മളെല്ലാം ഒരേ സരണിയുടെ വക്താക്കളാണ്. ഇവിടെ അളവുകോലുകൾ സംഘടനാവൽകൃതമായി നമ്മൾ മാറ്റി വരയ്ക്കേണ്ടതില്ല. സുന്നത്ത് ജമാഅത്തിനെ കൂടുതൽ സങ്കുചിതമായി അവതരിപ്പിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് തെറ്റാണെന്ന് പറയുവാൻ സംഘടനാ ഭേദമന്യേ ആർജവമുള്ള ഒരു സംഘം ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ പേരാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമാനമായ പണ്ഡിതന്മാർ, അവരുടെ പേരുകൾ എണ്ണി തീർത്ത് പറഞ്ഞാൽ നമുക്ക് ഇടഞ്ചെണ്ടി പറഞ്ഞു പോവുക എന്ന് പറയുന്നത് ഒരു അസാധ്യമാകുന്നതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട യൂനുസ് ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട അലവി ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട ഷഹീദേ മില്ലത്ത് തേവരക്കര അലവി കുഞ്ഞു ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട എം ശിഹാബുദ്ദീൻ ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട കോട്ടക്കര ഇബ്രാഹിം കുട്ടി ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട കായംകുളം ഉമർകുട്ടി ഉസ്താദ് അവറുകൾ, ഈ പാവപ്പെട്ടവന്റെ ഗുരുനാഥനും പിതാവുമായ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ കെ.എം. ഫരീദുദ്ദീൻ ഉസ്താദ് അവറുകൾ, ഈ പ്രസ്ഥാനത്തെ പതിറ്റാണ്ടുകളോളം നയിച്ച ബഹുമാനപ്പെട്ട ജൗഹറുൽ ഉലമ വടുതല ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചേലക്കുളം അബുൽ ബുശ്റ ഉസ്താദ് അവറുകൾ, എത്രയെത്ര മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരാണ്. എന്താണ് അവരുടെ ഹാലത്ത്, എന്താണ് അവരുടെ ജീവിതം? നിങ്ങൾ നോക്കൂ, KP ഹദറത്തിലേക്ക് നിങ്ങൾ നോക്കൂ. 84 വർഷം ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ ദീനിന്റെ ജാജ്വലമായ പ്രഭാപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മുട്ടക്കാവ് പള്ളിയിൽ അള്ളാഹു ഒരുക്കിയിരിക്കുന്ന ഇൻഷാ അല്ലാഹ് റഹ്മത്തിന്റെ ദർബാറിലേക്ക് ബഹുമാനപ്പെട്ടവർ കടന്നു പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? എത്രയോ മുബാറക്കായ ജീവിതമാണ്. ബറക്കത്തുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടി കഴിയുക. ഏറ്റവും ബറക്കത്തുള്ള ജീവിതം ആരുടേതാണ്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്. 63 വർഷക്കാലഘട്ടം
കാലഘട്ടത്തെ കൊണ്ട് ആയിരക്കണക്കിന് വർഷം ഈ ലോകത്ത് ജീവിക്കുവാൻ സൗഭാഗ്യമുണ്ടായ മഹാരഥന്മാരായ പ്രവാചക പ്രവർത്തന്മാരെക്കാൾ ഉന്നതമായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും 63 വർഷങ്ങളെ കൊണ്ട് കടന്നുപോകാൻ സാധിച്ച ബഹുമാനപ്പെട്ട മുത്തുനബിതങ്ങൾ പിന്നീട് കടന്നു വന്ന അസ്ഹാബകളുടെയും ലോകത്ത് കടന്നു വന്ന മുഴുവൻ ഔലിയാക്കളുടെയും ജീവിതമെടുത്ത് പരിശോധിച്ചാൽ പിന്നെ ഏറ്റവും ബറക്കത്തുള്ള ജീവിതം ആരുടേതാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടേതാണ്. പിന്നെ ഏറ്റവും ബറക്കത്തുള്ള ജീവിതം ആരുടേതാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടേതാണ്. നോക്കൂ നിങ്ങൾ, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ തങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട മുആവിയത്ത് റളിയല്ലാഹു അൻഹു അവர்கள் ഇസ്ലാമിക രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഖലീഫയായി അവിടുന്ന് ഭരണം നടത്തുകയാണ്. ആ സന്ദർഭത്തിൽ ആ മിമ്പറിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു ഖുതുബയുണ്ട്. ആ ഖുതുബയ്ക്ക് ശേഷം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനാബിയോട് ബഹുമാനപ്പെട്ടവർ ആർദ്രമായ ശബ്ദത്തെ കൊണ്ട് പറഞ്ഞു, തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹു ഇബ്നു 63. എന്റെ റസൂൽ മുത്തുനബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് 63 വയസ്സായിരുന്നു പ്രായം. തൂഫിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഹു ഇബ്നു 63. എന്റെ പ്രിയപ്പെട്ട നേതാവ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവர்கள் ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അവിടത്തിന്റെ പ്രായം 63 വയസ്സായിരുന്നു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവர்கள் ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. വഹു ഇബ്നു 63. അവിടത്തെ പ്രായവും 63 വയസ്സായിരുന്നു. ഇബ്നു 63. ഇപ്പൊ എന്റെ പ്രായം 63 വയസ്സാണ്. ഈ 63 വയസ്സിൽ എന്റെ ജീവിതം കൂടെ മുബാറക്കായി അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പ്രകൃതിപരമായി പിൻപറ്റാൻ, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ മരിക്കാൻ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോലെ മരിക്കാൻ അല്ലാഹുവേ നീ എനിക്ക് ഉദവി നൽകുമോ എന്ന് ഇസ്ലാമിക രാഷ്ട്രീയ സംവിധാനത്തിന്റെ പരമപ്രധാനമായ ഖിലാഫത്ത് എന്ന സുന്ദരമായ പദവിയിലിരിക്കുമ്പോ മുആവിയത്ത് റളിയല്ലാഹു അൻഹു അവர்கள் പറയുകയാണ്, നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ മഹത്തുക്കളുടെ ജീവിതമൊക്കെ എത്രയും മുബാറക്കായിരുന്നു എന്ന്. നമുക്ക് ബഹുമാന്യന്മാരായ നമ്മുടെ ഉലമാക്കളിലേക്ക് കടന്നു വരാം. 84 വയസ്സ് വരെ, 90 വയസ്സ് വരെ, 100 വയസ്സ് വരെ, 110 വയസ്സ് വരെ ജീവിച്ച പലരും ഉണ്ടാകും. KP ഹസറത്ത് ആയിരങ്ങളിലേക്ക് വിജ്ഞാനം പകർന്നുകൊണ്ടാണ് ജീവിച്ചത്. ആയിരങ്ങൾക്ക് ദിശാബോധം നൽകിക്കൊണ്ടാണ് ജീവിച്ചത്. ബഹുമാനപ്പെട്ടവർ ഒരു മജ്‌ലിസിൽ വന്നിരിക്കുമ്പോ, അധ്യക്ഷ പീഠത്തിലിരിക്കുമ്പോ എന്നെപ്പോലെ ഒരുപാട് വാചാലനാകുന്ന ആളല്ല, സംസാരിക്കുന്ന പ്രകൃതിയില്ല. നിശബ്ദമായിരുന്നു കൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട്, ആ തലപ്പാവ് കൊണ്ട്, സ്നേഹപൂർവകമായ ഒരു നോട്ടത്തെ കൊണ്ട് എല്ലാവരെയും നിയന്ത്രിക്കും. ഈ പാവപ്പെട്ടവനെ നിയന്ത്രിക്കും. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരു നോട്ടത്തെ കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞ ആ മുബാറക്കായ ജീവിതം, അതാണ് ബഹുമാനപ്പെട്ട KP ഹദറത്തിന്റെ ജീവിതം. മുബാറക്കായ മുൻഗാമികളായ പല വ്യക്തികളെയും ഇമാമുന ശാഫിഈ തങ്ങളെ പോലെ, ഇമാമുന നവവി തങ്ങളെ പോലെ, ഇമാമുന ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങളെ പോലെ ലോകം കണ്ട പ്രഗൽഭവാന്മാരായ പല പണ്ഡിതന്മാരെയും അല്ലാഹു വളരെ സ്നേഹത്തോടെ ലിഖാഇന് വേണ്ടി ക്ഷണിച്ച ഇതേ റജബ് മാസത്തിൽ, ഏത് റജബ് മാസമാണ്? ഈ റജബ് മാസം ആഗതമാകുന്നതിന് മുമ്പ് ജമാഅത്തുൽ ഊലയിലോ ജമാഅത്തുൽ ഉഖറയിലോ കഴിഞ്ഞു പോയ മുൻഗാമികളിൽ ആരെങ്കിലും രോഗം ബാധിച്ചാൽ അവർ റബ്ബിനോട് ദുആരക്കുമായിരുന്നു, പടച്ചോനെ ഞാൻ രോഗബാധിതനായി, എന്റെ രോഗം മറദുൽ മൗത്തിന്റെ രോഗമാണ്, ഞാൻ മരണാസന്നനാണെന്ന് തോന്നുന്നു, എന്നെ നീ ജമാഅത്തുൽ ഊലയിൽ മരിപ്പിക്കല്ല, ജമാഅത്തുൽ ഉഖറയിൽ മരിപ്പിക്കല്ല, എന്റെ മരണം റബ്ബേ നീ റജബിലേക്ക് നീട്ടുമോ, ഞാൻ റജബിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മുൻഗാമികൾ പ്രാർത്ഥന നിരതമായ റജബിലാണ് ആദരണീയരായ KP ഹദറത്ത് അവர்கள் കടന്നുപോയത്. മറ്റു മാസങ്ങളിൽ മരണപ്പെട്ടവരെ കുറിച്ച് മറ്റൊന്നും പറയുകയല്ല, റജബിൽ വഫാത്താവുക എന്നതും പ്രധാനമാണ്. ഈ സംഘടനയുടെ ആദർശം അവരെ അനുസ്മരിക്കുന്ന ആദർശമാണ്. അവർക്ക് ഭൗതികമായ ലോകത്തും മരണാനന്തര ജീവിതത്തിൽ പരിപാലനത്തിനുള്ള അവകാശം നൽകിയിട്ടുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ച ആദർശമാണ്. അഥവാ അഹ്ലുസ് സുന്നത്തിന്റെ ആദർശമാണ്. ആദർശത്തെ ഉറക്കെ പറയുന്നതിൽ, പ്രഖ്യാപിതമായി നിലകൊള്ളുന്നതിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന ബറക്കത്തിന്റെ പദം പോലും ചേർക്കാതെ ആർജവത്തോടെ, ദാർഢ്യത്തോടെ പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സുന്നത്ത് ജമാഅത്തിനെ കൂടുതൽ സങ്കുചിതമായി, സങ്കീർണമായി അവതരിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഒന്നേ പറയാനുള്ളൂ, മീസാൻ മുതൽ അവിടെ അങ്ങോട്ട് നമ്മൾ ഓതിവെച്ച കിതാബുകളൊന്നാണ്, ഇബാറത്തുകളൊന്നാണ്, നമ്മുടെ ഗുരുനാഥന്മാരൊന്നാണ്, നമ്മുടെ ശൈഖുമാർ ഖുതുബി തങ്ങളിലേക്കും ചാരികത്വ മഹാനവറുകളിലേക്കും മഖ്ദൂമുകളിലേക്കും സഞ്ചരിച്ചുകൊണ്ട് മുത്തുനബിതങ്ങളിലേക്ക് ചെന്ന് ചേരുന്ന പാരമ്പര്യമാണ് നമ്മളുടേതെല്ലാം. അതുകൊണ്ട് അതിൽ വെള്ളം ചേർക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ ഒച്ചപ്പാടുകൾക്കില്ല, ഞങ്ങൾ കലാപത്തിനില്ല, ഞങ്ങൾ കലമ്പലുകൾക്കില്ല. തെറ്റാണെന്ന് തുറന്നു
പറയുവാനുള്ള ആർജവം ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് വളരെ ആമുഖമായി അടിസ്ഥാനപരമായി ഈ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോറത്തിൽ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവസാനമായി സൂചിപ്പിക്കുവാനുള്ളത് ഈ സമുദായത്തിന്റെ അവകാശങ്ങളെ കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്നവരോടാണ്. ഞങ്ങൾ നടത്തുന്ന റാലി അവകാശ സംരക്ഷണ റാലിയാണ്. ഞങ്ങളുടെ പൗരത്വത്തെ പിച്ചു ചീന്താൻ, ഞങ്ങളുടെ വഖഫ് മുതലുകൾ പിടിച്ചെടുക്കാൻ, ഞങ്ങളുടെ ഭവനങ്ങൾ തകർക്കാൻ, ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ച് ഐ ലവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നൂറുകണക്കിന് പാവങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്താൻ ബുൾഡോസർ രാജുമായി ഇറങ്ങിത്തിരിഞ്ഞ യോഗി ആദിത്യനാഥ് അറിയണം, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് 1920 കാലഘട്ടമുണ്ടല്ലോ, ഒരു നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരം എല്ലായ്പ്പോഴും ഒരുപോലെ പുഷ്കരമായിരുന്നില്ല. 1920 കാലഘട്ടത്തിൽ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് പൈസ ഇല്ലാതെയായി. എല്ലാത്തിനും സമ്പത്ത് വേണം. സമ്പത്ത് ഒരു ബാക്ക് ബോൺ കൂടെയാണ്. ഈമാനാണ് പ്രധാനം. സക്രിയമായ പ്രവർത്തനങ്ങൾക്ക് സമ്പത്തിന്റെ പിൻബലം ഉണ്ടാകണം. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിജി അന്നത്തെയും ഇന്നത്തെയും നമ്മുടെ രാജ്യത്തിന്റെ വ്യവസായിക തലസ്ഥാനമാകുന്ന മഹാരാഷ്ട്രയിലേക്ക് വണ്ടി കയറി ബോംബെയിൽ ചെന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ സമ്പന്നന്മാരായ ആളുകളെ കണ്ടു. ആരാണെന്നറിയാമോ അവിടുത്തെ വലിയ സമ്പന്നന്മാർ? അവിടുത്തെ വുഡ് മർച്ചന്റ്, കിങ് ഓഫ് വുഡ് മർച്ചന്റ്, ദ കിങ് ഓഫ് ടെക്സ്റ്റൈൽസ്, അവിടുത്തെ തുണി വ്യവസായത്തിന്റെ മുതലാളി, രാജാവ് എന്നാണ് പദാവലികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പേര് നിങ്ങൾക്കറിയാമോ? ഉമർ സുബ്ഹാനി എന്നാണ്. പേര് നിങ്ങൾക്കറിയാമോ? അഹമ്മദ് മിയാ ഖാൻ എന്നാണ്. നിങ്ങൾ സാമൂഹ്യ പാഠത്തിൽ വായിച്ചിട്ടുണ്ടോ? രാജ്യത്തിന്റെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ. ലോകത്തോട് ഞങ്ങൾ പറയുന്നു, ഈ രാജ്യത്തിൽ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളോട് ഞങ്ങൾ പറയുന്നു, മതമുള്ളവരോട് പറയുന്നു, മതമില്ലാത്തവരോട് പറയുന്നു, ഞങ്ങളുടെ ദേശസ്നേഹം ചോദ്യം ചെയ്യാൻ ചിലപ്പോഴൊക്കെ കാസയുടെ മക്കളും വരാറുണ്ടല്ലോ, അവരോടും ഞങ്ങൾ പറയുന്നു, ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ബോംബെയിൽ ചെന്ന് അവരോട് സഹായം അഭ്യർത്ഥിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ സുബ്ഹാനിയും അഹമ്മദ് മിയാ ഖാനും ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് ഗാന്ധിജിയോട് പറഞ്ഞു, ഞങ്ങളുടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ട്, എത്രയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അങ്ങേക്ക് എഴുതിയെടുക്കാം. 1 കോടി രൂപയുടെ ഫണ്ട് സമാഹരണം സ്വരാജ് ഫണ്ടിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഗാന്ധിജി 30 ലക്ഷം രൂപയാണ് ഉമർ സുബ്ഹാനി എന്ന് പറയുന്ന ഒരൊറ്റ കച്ചവടക്കാരൻ നൽകിയത്. ഇന്നത്തെ ഇഡിയെ പോലെ, ഇന്നത്തെ വിജിലൻസിനെ പോലെ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉമർ സുബ്ഹാനിയെയും അഹമ്മദ് മിയാ ഖാന്റെയും കച്ചവട സ്ഥാപനങ്ങളെ വേട്ടയാക്കി ഇല്ലായ്മപ്പെടുത്തിയ 2 കച്ചവടക്കാരുടെ പേര് നിങ്ങൾ പഠിക്കണം. മുസ്ലിം പെൺകുട്ടികളുടെ തലയിൽ നിന്നും തട്ടം വലിച്ചേറിയിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ ആ അമ്മിച്ചി ഉണ്ടല്ലോ, എങ്ങനെയാണ് ഈ മതേതരത്വം ഉണ്ടായത്? എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം ഉണ്ടായത്? എങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടായത് എന്ന് പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഈ സമുദായത്തിന്റെ പൗരത്വത്തിന്റെ അടിവേരെടുക്കാൻ എന്ന് വളരെ അടിസ്ഥാനപരമായി പ്രബുദ്ധമായി പ്രഖ്യാപിക്കുവാനും ഈ ഉദ്ഘാടനത്തിന്റെ സരസ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. 98ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് കടന്നുപോയ മറ്റൊരു ഗാന്ധി ഉണ്ട്. ആ ഗാന്ധിയുടെ പേര് അതിർത്തി ഗാന്ധി എന്നാണ്. അബ്ദുൽ ഗഫാർ ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 98 വയസ്സ് വരെ, 1 നൂറ്റാണ്ട് കാലത്തോളം ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ അദ്ദേഹം 50 വർഷത്തോളം കാലഘട്ടം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാറി ജയിലിൽ കിടന്ന ആളാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാകുന്ന ഭാരതരത്നയുണ്ടല്ലോ, അത് ഇന്ത്യക്കാർക്ക് മാത്രമല്ലേ നമ്മൾ നൽകിയിട്ടുള്ളൂ? ഏതെങ്കിലും ഒരാൾക്ക് നൽകിയാൽ അത് പാകിസ്ഥാൻകാരന് നമ്മൾ നൽകുമോ? എന്നാൽ 1987 ഇന്ത്യ രാജ്യത്തിന്റെ ഭാരതരത്ന നൽകി ആദരിച്ച ഒരു പാകിസ്ഥാൻ പൗരന്റെ പേര് അത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫാർ ഖാൻ എന്ന് പറയുന്ന അതിർത്തി ഗാന്ധിയാണ്. എന്തുകൊണ്ടാണ്? ഈ രാജ്യം സ്വതന്ത്രമായി കാണാൻ അത്ര കണ്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു മഹാനായ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങളുടെ മേൽ കൈവെക്കാൻ, ഞങ്ങളുടെ അവകാശം എന്ന് പറയുമ്പോൾ സ്വാർത്ഥപരമായില്ല, രാജ്യത്തിന്റെ മതേതരത്വത്തെ മുറുകെ പിടിച്ച്, സൗഹാർദ്ദത്തെ മുറുകെ പിടിച്ച്, മാനവികമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് ഭരണഘടനാബദ്ധമായ ഞങ്ങളുടെ അവകാശങ്ങളുടെ മേൽ കൈവെക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കുകയില്ല എന്നുകൂടെ സന്ദർഭോചിതമായി ഈ പ്രമേയ അവതരണത്തിന്റെ ആമുഖ ഭാഷണമായി മാത്രം വളരെ ചെറിയ വലിയ സന്ദേശമായി